നമസ്കാരം. ഇറാൻ ഇസ്രായേലിനെ എങ്ങനെ നേരിടും? ആക്രമണങ്ങൾക്ക് എങ്ങനെ തിരിച്ചടിക്കും? അതിൻ്റെ തീവ്രത എത്രത്തോളമായിരിക്കും? ഇറാനെ അത് എങ്ങനെയെല്ലാം ബാധിക്കും? ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ? ഇരു രാജ്യങ്ങളും ആണവശക്തികളാണ്. ആണവ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം നീങ്ങുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിനിടെയാണ് ഇറാന്റെ ഖുദ് സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖനിയെ കാണാതായത്. 67-കാരനായ ഖനി എവിടെയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനിലെ മാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയാണ്. ഇറാൻ സർക്കാരും ഖനിക്ക് എന്തു പറ്റിയെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ പുറത്തുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഖുദ് സേനയാണ്. ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നത് ഖുദ് സേനയാണ്. ഇസ്രായേലിന്റെ ലെബനനിലെ ആക്രമണത്തിന് ശേഷമാണ് ജനറൽ ഖാനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ ജനറൽ ഖാനി കൊല്ലപ്പെടാനോ പരുക്കേൽക്കാനോ സാധ്യതയുണ്ടെന്ന് ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ സൈന്യം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ച് 2 ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസിലാണ് ജനറൽ ഖാനി അവസാനം എത്തിയതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനിയുടെ അസാന്നിധ്യം ചർച്ചയായി. ഹിസ്ബുള്ളയുടെ സീനിയർ നേതാക്കളെ കാണാൻ ജനറൽ ഖാനി ബെയ്റൂട്ടിലേക്ക് പോയെന്ന വിശദീകരണമാണ് ഇറാനിയൻ അധികൃതർ നൽകിയത്. ഇതോടെയാണ് ഖാനിക്ക് എന്തു പറ്റിയെന്ന ചർച്ച സജീവമായത്. ഖാനി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി. 2020 ജനുവരി 3-നാണ് ഇറാന്റെ ഖുദ് സേനയുടെ തലവനായി ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി ചുമതലയേറ്റത്. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദാദിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേറ്റത്. ഹിസ്ബുള്ള നേതാവ് നസ്രല്ലയുടെ മരണത്തെ തുടർന്ന് ഇറാൻ 200ഓളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നും വ്യക്തം. അതിനിടയിലാണ് ഖനിയെ കാണാതായത്. ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ 1 വർഷം തികയുന്നു. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും വ്യോമാക്രമണ പ്രതിരോധ കവചമായ അയൺ ഡോമിനെയും നോക്കുകുത്തിയാക്കിയാണ് ടെൽ-അവീവിൽ ഹമാസ് ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലേക്ക് ഹമാസ് തൊടുത്തത് 5000-ഓളം റോക്കറ്റുകളാണ്. ആക്രമണത്തിൽ 1200-ലേറെ ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു. 251 പേരെ ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് കടത്തി. തൊട്ടടുത്ത ദിവസം തന്നെ സോർട്സ് ഓഫ് അയൺ എന്ന പേരിൽ ഇസ്രായേൽ ഗാസയെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം തുടങ്ങി. ഹമാസ് ആക്രമണത്തിന്റെ 1 വർഷം പിന്നിടുമ്പോൾ പലസ്തീനിൽ കൊല്ലപ്പെട്ടത് 42,870 പേരാണ്. 16,500 കുട്ടികളാണ് മരിച്ചത്. 97,166 പേർക്ക് പരിക്കുമേറ്റു. വിവിധ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ മരിച്ചത് 1,139 പേർ, പരിക്കേറ്റത് 8,730 പേർക്കും. 1 വർഷം പിന്നിടുമ്പോൾ ഇസ്രയേൽ ഹമാസ് സംഘർഷം പശ്ചിമേഷ്യയെ ആകെ വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.